നാജാസ് ഹോം ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യം കുറച്ച് നാടൻ റോസുകളെ തന്നെ പരിചയപ്പെടാം. ഇതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഞങ്ങളൊരു നാടൻ റോസിന്റെ വീഡിയോ ഇട്ടിരുന്നു. അന്ന് ഒരുപാട് പേർക്ക് തികയാതെ പോയി. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ ഇപ്പൊ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വെറൈറ്റി ആയിട്ട് ഒന്ന് രണ്ട് നാടൻ റോസും കൂടി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു കിട്ടാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. നമുക്കത് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളെ ഈ പഴയ കാലത്തെ ഉള്ള ഒരു നാടൻ റോസ് ഉണ്ടല്ലോ, റെഡ്, അതാണ് അത്. ഇതിൻ്റെ റേറ്റ് 100 രൂപ. നല്ല വലിയ പ്ലാന്റ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ തന്നെ ഈ കളറിലെ തന്നെ ഒരു വൈറ്റ് കളറാണ്. സെയിം കണ്ട അതേപോലത്തെ ഫ്ലവറാണ്, പക്ഷെ അത് ഒരു വൈറ്റ് കളറാണ്. അത് ഫ്ലവർ കണ്ടാൽ മനസ്സിലാവും. ഇതിന് 140 രൂപയാണ്. പോട്ടിലെ വലിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് യെല്ലോ, നാടൻ യെല്ലോയാണ്. നാടൻ യെല്ലോ റോസിന് 150 രൂപയാണ്. നാടൻ യെല്ലോ റോസ് കിട്ടാനില്ല, വളരെ ബുദ്ധിമുട്ടിയാണ് കുറച്ച് തൈകൾ നമുക്കിപ്പോൾ കിട്ടിയത്. പിന്നെ നേരത്തെയുള്ള നമ്മുടെ സ്റ്റോക്കിൽ തികയാതെ, ഒരുപാട് പേർക്ക് തികയാതെ പോയ ബ്രിട്ടീഷ് ക്യൂനാണ്. അതായത് വെള്ളപ്പനിനീര് അഥവാ ബ്രിട്ടീഷ് ക്യൂൻ. അത് നല്ല മണമുള്ള ഒരു റോസാണ്, നിറച്ച് പിടിക്കുകയും ചെയ്യും. ഈ കണ്ട റോസുകളെല്ലാം നിറച്ച് പൂക്കുന്ന റോസുകളാണ്. വളരെ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതൊരു വേറെ ഒരു ലൈറ്റ് പിങ്ക് ആണ്. ഇതും ഒരു നാടൻ റോസാണ്. കമ്പ് കുത്തിവെച്ച് വളർത്തിയെടുത്താണ്, നിറച്ച് പൂ പിടിക്കുന്ന ഒരു റോസാണ്. ഇതിൻ്റെയും റേറ്റ് 100 രൂപയാണ്. ഇത് കമ്പ് വെച്ചാൽ നല്ലതുപോലെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന റോസുകളാണ്. അങ്ങനെ ഇത് ഇത്രയുമാണ്. പിന്നെ പനിനീര്, നമ്മളെ പഴയ പനിനീർ റോസ്, ഇത് ഒരുപാട് പേർക്ക് തികയാതെ പോയതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 140 രൂപ തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് 100 രൂപയാണ്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റാൻഡ് റോസിനെ പരിചയപ്പെടാം. അപ്പം എല്ലാം ഒന്നും എടുത്ത് കാണിക്കുന്നില്ല, കുറച്ച് കാണിക്കാം. നല്ല വെറൈറ്റി ഫ്ലവറുകളുള്ള റോസാണ് ഇത്. നമ്മളിങ്ങനെ ഈ നാടൻ ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാട്ട് റോസ് ഇത്രയും ഹൈറ്റിന് വളർത്തിയിട്ട് തലപ്പത്ത് ബഡ് ചെയ്തെടുക്കുന്നതാണ്. ഇതാണ് സ്റ്റാൻഡ് റോസ്. നല്ല തോട്ടത്തിലൊക്കെ ഒരെണ്ണം നിന്നാൽ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ റേറ്റ് 400 രൂപയാണ്. ആവശ്യക്കാർ വാട്സപ്പിൽ വന്നാൽ ഈ പ്ലാന്റ് ഞങ്ങൾ അയച്ചു തരുന്നതാണ്. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇനി നാടൻ അല്ലാത്ത കുറച്ച് റോസുകൾ, ഒരുപാട് ഫ്ലവർ പിടിക്കുന്ന വെറൈറ്റി റോസുകളെ നമുക്ക് പരിചയപ്പെടാം. ഇത് കണ്ട ഒരു കൊലയിൽ തന്നെ 4 മൊട്ടും ഒരു ഫ്ലവറും ഉണ്ട്. ഒരുപാട് പൂ പിടിക്കുന്ന, എപ്പോഴും ഞാൻ പറയാറുണ്ട്, കുറച്ച് സൈസ് ചെറിയ ഫ്ലവറുള്ള പ്ലാന്റിൽ റോസിൽ ഒരുപാട് പൂ പിടിക്കും. വലിയ കെയറിങ് ആവശ്യമില്ലാത്ത ഒരു റോസും കൂടിയാണിത്. തുടക്കക്കാർക്കും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസാണ് ഇത്. ഇതിൻ്റെ റേറ്റ് 100 രൂപയാണ്. കോംബോ ഓയിൽ ഉൾപ്പെടുത്തി നമ്മൾ വിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഈ മാസം മുഴുവനും നമ്മൾ റേറ്റ് കുറച്ചായിരിക്കും പ്ലാന്റുകൾ വിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് 100 രൂപ. പക്ഷെ നാടൻ റോസിന് നമുക്ക് അങ്ങനെ തരാൻ ഇത്രയും പറ്റാത്തത് കൊണ്ടാണ്. കാരണം നമുക്ക് തന്നെ വളരെ വില കൂടിയ റേറ്റിനാണ് തരുന്നത്. അപ്പം അതുകൊണ്ട് അതും നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് അതിന് റേറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു ഓറഞ്ച്, ഈ ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ ഒരു ഓറഞ്ചാണ്. പക്ഷെ അതിൻ്റെ ഫ്ലവറിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ എനിക്കത് ഒരു താമരപ്പൂവിൻ്റെ അത്രയും തന്നെയുള്ള ഒരു വെറൈറ്റി ഓറഞ്ച് റോസാണ്. ഇതിൻ്റെയും റേറ്റ് 100 രൂപയാണ്. വെറൈറ്റി ഓറഞ്ചാണ്. പിന്നെ ആദ്യം ഈ കാണിച്ച റോസിൻ്റെ തന്നെ ചെറിയ തൈകളുണ്ട്, അത് നമുക്ക് പരിചയപ്പെടാം. അത് 50 രൂപയാണ്. ഇതെല്ലാം 50 രൂപയുടെ തൈകളാണ്. അതും നല്ല തീരെ ചെറുതല്ലാത്ത തൈകൾ തന്നെയാണ് 50 രൂപയുടേത്.
അടുത്തത് പീസ് ആൻഡ് ലവ് ആണ്. വലിയ റോസാണ്, 100 രൂപയാണ് അതിന്റെ റേറ്റ്. ഓർക്കിഡ് റോസ്, ഇപ്രാവശ്യം ഓർക്കിഡ് റോസ് നമ്മൾ കൊടുക്കുന്നത് 140 രൂപയ്ക്കാണ്. ബ്ലാക്ക് റോസും ഇപ്രാവശ്യം 140 രൂപയ്ക്കാണ്. മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറഞ്ഞ ഒരു വള്ളിച്ചെടിയാണ്. ഇതിന്റെ റേറ്റ് 100 രൂപയാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. അടുത്ത റെഡ് വള്ളി റോസ് ആണ്. ഇതിന്റെയും ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഇടുന്ന റേറ്റ് 100 രൂപയാണ്. വൈറ്റ് വള്ളി റോസും അതുപോലെ ഓഫർ പ്രൈസിന് ഇടുന്ന റേറ്റ് 100 രൂപയാണ്. പിന്നെ നിക്കോഡിയ ഉണ്ട്. ഒത്തിരി വെറൈറ്റി റോസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ പ്ലാന്റ് അയച്ചു തരുന്നതാണ്. ഈ ഒരു മാസത്തേക്കാണ് ഇതുപോലെ നമ്മൾ റേറ്റ് 100 രൂപയ്ക്കും ഒക്കെ നമ്മൾ ഇട്ടേക്കുന്നത്. അത്യാവശ്യം ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നേരത്തെ തന്നെ വാങ്ങി വീട് മനോഹരമാക്കി ഇടാൻ കഴിയും. നേരത്തെ തന്നെ വാങ്ങിയാൽ പിന്നെ ഓണത്തിന്റെ സമയമാകുമ്പോൾ എല്ലാം കൂടി എനിക്കും തിരക്കാവും. പിന്നെ 10 ദിവസം DTDC അവധിയൊക്കെ ആയതുകൊണ്ട് കോംബോ ഇട്ട് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിപ്പോയി. ഓണം കഴിഞ്ഞതിന് ശേഷം ഈ കോംബോകളെല്ലാം കൂടി അയക്കാൻ ഞാൻ ഒരുപാട് ശ്വാസം മുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇടുന്നത്. ഈ മാസം മൊത്തം ഞങ്ങൾ റോസ് തരുന്നത്, നാടൻ റോസ് ഒഴികെയുള്ള ബാക്കി എല്ലാ റോസും കോംബോ റേറ്റിനായിരിക്കും തരുന്നത്. നാടൻ റോസും മഞ്ഞ റോസൊക്കെ ഇത് കഴിഞ്ഞാൽ മഞ്ഞ റോസ്, ആ പുതിയ ഇപ്പം വന്നിട്ടുള്ള ഒരു വെള്ള റോസ് ഉണ്ടല്ലോ, പഴയ പട്രോസിന്റെ പോലത്തെ വെള്ള റോസ്, അതിനൊക്കെ നമുക്ക് ഓണം കഴിഞ്ഞാൽ ഈ റേറ്റിന് തരാൻ പറ്റില്ല. കാരണം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇപ്പം തരുന്നതാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും പ്ലാന്റുകൾ കളക്ട് ചെയ്യുക. അതുപോലെ സ്റ്റാൻഡ് റോസും ആവശ്യക്കാർ പറഞ്ഞാൽ ഞങ്ങൾ അയച്ചു തരുന്നതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലുള്ള കുറേ പ്ലാന്റുകൾ അയച്ച് തീർക്കാനുണ്ട്. ഈ ആഴ്ച ഫുള്ളും പ്ലാന്റ് അയച്ച് തീർന്നിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടേക്കണം. ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ചില മെസ്സേജുകൾ അങ്ങ് അടിയിലങ്ങ് പോവും. കാരണം ഒരു പ്രാവശ്യം മെസ്സേജ് ഇട്ട് അഡ്രസ്സ് ഇട്ട് പൈസ ഇട്ടിട്ട് അവരങ്ങ് പോവും. പിന്നെ നമ്മളൊന്നും ഓർമ്മിപ്പിക്കുകയൊന്നുമില്ല. അതിൻ്റെ മുകളിൽ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും അടിയിലായി പോവും. അപ്പം അങ്ങനെ വരുമ്പോൾ കിട്ടാതെ വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. അതുപോലെ തന്നെ പ്ലാന്റ് DTDCയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി കളക്ട് ചെയ്യണം. പ്ലാന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ പിറ്റേ ദിവസമൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്. അത് പ്ലാന്റ്സുകളായതും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അഡ്രസ്സ്, ചില ആൾക്കാർ പൈസ ഇട്ടിട്ട് അഡ്രസ്സ് ഇടാതെ അങ്ങ് പോകും. അപ്പം നമ്മളത് പ്ലാന്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് വന്ന് അഡ്രസ്സ് നോക്കുമ്പോൾ അഡ്രസ്സ് കാണൂല. പിന്നെ ചില ആൾക്കാർ പിൻകോഡ് ഇടാൻ മറന്നു പോകും. പിന്നെ ആ സമയത്ത് നമ്മൾ അഡ്രസ്സ് എഴുതുന്ന സമയത്ത് വിളിച്ച് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആളിനെ കിട്ടാതെ വരും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് പിൻകോഡും കൂടി അഡ്രസ്സിൻ്റെ കൂടെ മറന്നു പോവാതെ ഇടണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പമാവും. ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.